ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ 3rd ചാപ്റ്ററാണ് നോക്കുന്നത്, പെയർ ഓഫ് ഇക്വേഷൻസ്. അപ്പം 8ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടല്ലേ വന്നേ. അപ്പം 9ാം ക്ലാസ്സിൽ വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ നമ്മളവിടെ 8ാം ക്ലാസ്സിൽ 1 വേരിയബിൾ പഠിച്ചത് ഇവിടെ നമ്മൾ 2 വേരിയബിൾ വെച്ച് പഠിക്കാൻ പോവാണ്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലോട്ടൊക്കെ കയറുന്നതിന് മുമ്പ് കുറച്ച് ഫോമുലാസ് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഫോമുലാസ് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ഫോമുല നോക്കിയേ, നമുക്കെല്ലാം അറിയാവുന്ന ഫോമുലായ x plus y all square is equal to x square plus 2xy plus y square. അടുത്ത എന്താ നോക്കിയേ, x minus y all square is equal to x square minus 2xy plus y square വരും അല്ലേ. അടുത്ത നോക്കിയേ, x square minus y square is equal to x plus y into x minus y. ഈ 3 ഫോമുലാസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യം വരുന്നതിനാണ് നമ്മൾ ഈ 3 ഫോമുലാസ് ഓർത്ത് വെക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന 3 ഫോമുലാസ് ആണ്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണല്ലേ നോക്കുന്നത്. ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പെയർ ഓഫ് ഇക്വേഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നുണ്ട്. അതായത് കോസ്റ്റ് പ്രോബ്ലംസ് ഒന്നാമത്തെ നോക്കിക്കേ കോസ്റ്റ് പ്രോബ്ലംസ് ആണ്. കോസ്റ്റ് പ്രോബ്ലംസ് എന്താണ്, നമ്മൾ ടേബിളിന്റെയും ചെയറിന്റെയും ഒക്കെ കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് ഓരോ ടേബിളിന്റെയും ഓരോ ചെയറിന്റെയും പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത നോക്കിക്കേ, ഏജ് പ്രോബ്ലംസ് ഉണ്ട്. ഏജ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ എന്താണ്, ഏജ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി തന്നെയുള്ള ആൾക്കാരുടെ ഏജ് തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും, അവരുടെ ഏജ് കണ്ടുപിടിക്കാൻ പറയും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏജ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കിയേ, നമ്പർ പ്രോബ്ലംസ് ഉണ്ട്. നമ്പർ പ്രോബ്ലംസ് എല്ലാവരും നമ്മൾ ചെയ്തതാ അല്ലേ. നമ്പർ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഇപ്പൊ 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ തരും, എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അതും നമ്മൾ ഈ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ ഇന്നിവിടെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ജോമെട്രിക്കൽ പ്രോബ്ലംസ് ആണ്. ജോമെട്രിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് അവ തമ്മിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറയും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇത്രയും ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഇക്വേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇക്വേഷൻ ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, സോൾവ് ചെയ്തിട്ട് ബാക്കി ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇക്വേഷൻ്റെ ഹിൻറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കുക. ആദ്യത്തെ പ്രോബ്ലം എന്താണ്, there are 50 candies in a packet, out of which some are chocolate flavored and some are caramel flavored. 12 more chocolates than caramel. അവിടെ ഒരു ഹിന്റ് ഉണ്ടല്ലേ, ഉണ്ടോ നിൽക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുന്നത് എന്താണ്, എക്സ്ട്രാക്ട് ദ ഇക്വേഷൻ റിക്വയർഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് കാൻഡീസ് ഫ്രം ദ പാക്കറ്റ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇക്വേഷൻ ആദ്യം ജനറേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പം നമുക്ക് 2 ഹിന്റാണുള്ളത്. അപ്പം സൂക്ഷിച്ച് നോക്കിയേ, there are 50 candies. 50 candies in a packet. അപ്പം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡീസ് എന്ത് വരും, 50 വരും അല്ലേ. അടുത്ത എന്താണ്, 12 more chocolates than caramel ആണ്. അപ്പൊ 12 more chocolates, അതായത് നമ്മൾ ചോക്ലേറ്റ്സിന്റെ എണ്ണം കാരമൽ കാൻഡീസിന്റെ എണ്ണത്തെക്കാളും എത്ര കൂടുതലാണ്, 12 എണ്ണം കൂടുതലാണ് അല്ലേ. അപ്പം അതും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ. അപ്പൊ നോക്കാം, ആദ്യം നമ്മുടെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസിന്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്നിട്ട് സോൾവ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, 2 ടൈപ്പ് ഓഫ് കാൻഡീസ് ആണുള്ളത്, ചോക്ലേറ്റും കാരമലും. അപ്പം നമ്മുടെ നമ്പർ ഓഫ് ചോക്ലേറ്റ് കാൻഡീസ് എത്രയെന്ന് എടുക്കാം, നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ. അപ്പം നമ്പർ ഓഫ് ചോക്ലേറ്റ് കാൻഡീസ് എത്ര വരും എക്സ് എന്ന് എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ അടുത്ത് നോക്കിയാൽ അടുത്ത എന്തെന്നാ എടുക്കേണ്ടത്, നമ്മുടെ നമ്പർ ഓഫ് കാരമൽ കാൻഡീസ്. അതെ, നമ്പർ ഓഫ് കാരമൽ കാൻഡീസ് എത്ര വരും, നമുക്ക് വൈ എന്ന് എടുക്കാം അല്ലേ. അപ്പം ഇനി നോക്കിയേ, നമ്മുടെ ആ ഹിന്റ് നോക്കിക്കേ, 12 മോർ ചോക്ലേറ്റ് കാൻഡീസ് അല്ലേ, 12 മോർ ചോക്ലേറ്റ്സ് ദാൻ കാരമൽ. കാരമൽ ഓൾറെഡി നമ്മൾ ചോക്ലേറ്റ്സ് എന്തെന്ന് എടുത്തു, എക്സ് എന്ന് എടുത്തു. അപ്പൊ ചോക്ലേറ്റ്സ് എക്സ് ആണെങ്കിൽ കാരമൽ അതിനേക്കാളും എത്ര കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്, 12 എണ്ണം കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചോക്ലേറ്റ്സ് എക്സ് ആണെങ്കിൽ കാരമൽ എന്ത് വരണം, എക്സ് മൈനസ് 12 വരണം. അപ്പം നമുക്ക് ഓൾറെഡി ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ, y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 12. നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, ദർ ആർ 50 കാൻഡീസ് ഇൻ എ പാക്കറ്റ്. ഒരു പ്രാവശ്യം വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് വീണ്ടും വീണ്ടും വായിക്കുക. അപ്പം ഒരു ഹിന്റ് കിട്ടും, ആ ഹിന്റിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ദർ ആർ 50 കാൻഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡീസ് എന്തെന്ന് എഴുതാം, എക്സ് പ്ലസ്
y ഈസ് ഈക്വൽ ടു എത്ര വരും? 50 വരും. ഇനി നമുക്ക് കിട്ടിയ വേറൊരു ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 12. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതെങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. ഈ വൈൻ്റെ വാല്യൂ എടുത്തിട്ട് എവിടെ കൊടുക്കണം? ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും, വൈൻ്റെ വാല്യൂ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, വരാം. അടുത്ത പ്രോബ്ലത്തിലും ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് പിന്നെ വന്നിട്ട് അത് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത സെനേറിയോ നോക്കിക്കേ. ഇവിടെ രണ്ടുപേരെ തന്നിട്ടുണ്ടല്ലേ. ആരൊക്കെയാ ഉള്ളത്? റയാനും റേച്ചലും തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. റയാൻസ് ഏജ് ഈസ് 4 മോർ ദാൻ റേച്ചൽസ് ഏജ്. അപ്പം റേച്ചലിന്റെ ഏജിനേക്കാളും എത്ര കൂടുതലാണ് റയാന്റെ ഏജ്? 4 വയസ്സ് ആർക്ക് കൂടുതലാണ്? റയാന് കൂടുതലാണ്. ബിഫോർ 2 years, ഇനി 2 വർഷം മുമ്പുള്ള കാര്യം പറയുക. 2 വർഷം മുമ്പ് എന്തായിരുന്നു? റയാൻസ് ഏജ് വാസ് ഡബിൾ ദാറ്റ് ഓഫ് റേച്ചൽ. 2 വർഷം മുമ്പ്. ഒന്നാമത്തെ ഹിന്റ് എന്തായിരുന്നു? റയാന്റെ ഏജ് റേച്ചലിന്റെ ഏജിനേക്കാളും 4 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹിന്റ് എന്താണ്? 2 വർഷം മുമ്പ് റയാന്റെ ഏജ് റേച്ചലിന്റെ ഏജിനേക്കാളും ഡബിൾ ആയിരുന്നെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ദ ഇക്വേഷൻസ് ഫ്രം ദ ഗിവൻ സെനറിയോ ടു സോൾവ് ഫോർ ദർ ഏജസ്. അപ്പൊ അവരുടെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷൻസ് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആരുടെ ഏജ് എടുക്കുന്നു? റേച്ചലിന്റെ ഏജ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഏജ് ഓഫ് റേച്ചൽ എന്ത് വരും? എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ ഏജ് ഓഫ് റയാൻ എന്തെടുക്കണം? തൽക്കാലം നമുക്ക് വൈ എന്ന് എടുക്കാം. ഏജ് ഓഫ് റയാൻ എന്ത് വരും? വൈ എന്ന് വരും. ഇനി നോക്കിക്കേ, ഈ വേറൊരു ഹിന്റും കൂടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ. റയാന്റെ ഏജ് റേച്ചലിന്റെ ഏജിനേക്കാളും എത്ര കൂടുതലാന്ന് തന്നിട്ടുണ്ട്? 4 വയസ്സ് കൂടുതലാന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഏജ് ഓഫ് റയാൻ നമുക്ക് എന്തെന്നും കൂടെ എഴുതാം. റേച്ചലിന്റെ ഏജ് എക്സ് ആണെങ്കിൽ അതിലും 4 കൂടുതലായിരിക്കും ആരുടെ ഏജ്? ഏജ് ഓഫ് റയാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടുന്ന് തന്നെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താ? y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇനി 2 വർഷം മുമ്പത്തെ കാര്യം പറയാം. അപ്പം നമുക്ക് 2 വർഷം മുമ്പ് രണ്ടുപേരുടെയും വയസ്സ് എത്രയാണെന്ന് എഴുതിയാലോ. ബിഫോർ 2 years. ബിഫോർ 2 years നമുക്ക് ആദ്യം ആരുടെ വയസ്സ് എഴുതാം? റേച്ചലിന്റെ വയസ്സ് എഴുതി നോക്കാം. ഇപ്പം പ്രസന്റ് ഏജ് ഓഫ് റേച്ചൽ എക്സ് ആണെങ്കിൽ 2 വർഷം മുമ്പ് റേച്ചലിന്റെ വയസ്സ് എന്ത് വരും? എക്സ് മൈനസ് 2. അപ്പൊ നിങ്ങളുടെ പ്രായം 10 വയസ്സാണെങ്കിൽ 2 വർഷം മുമ്പ് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? 8 വയസ്സാണ് അല്ലേ. അപ്പൊ അതാ പറയുന്നത് എക്സ് മൈനസ് 2. അടുത്ത നോക്കിക്കേ, ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് ഓഫ് റയാൻ എത്രയാണ്? വൈ ആണ് അല്ലേ. അപ്പം 2 വർഷം മുമ്പ് റയാന്റെ ഏജ് എന്ത് വരും? y മൈനസ് 2. ഇനി ഇവിടെ നോക്കിക്കേ, ഈ y മൈനസ് 2ന് നമ്മൾ ഇവിടെ ഓൾറെഡി y എന്താന്ന് എഴുതിയായിരുന്നു? എക്സ് പ്ലസ് 4 ആയിരുന്നു എഴുതിയായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? y മൈനസ് 2ന് പകരം എക്സ് പ്ലസ് 4 മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള രണ്ടും നമ്മൾ എഴുതി. 2 വർഷം മുമ്പുള്ള റേച്ചലിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 2 ആണ്. അത് റയാന്റെ ഏജിനേക്കാളും 2 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പുള്ള റയാന്റെ ഏജ് നമുക്ക് കിട്ടി എക്സ് പ്ലസ് 4 മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? റയാന്റെയും റേച്ചലിന്റെയും ഏജ് കിട്ടും. അപ്പൊ നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തല്ലേ. ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. നെക്സ്റ്റ് സെനറിയോ എന്താണ്? സം ഓഫ് 2 നമ്പേഴ്സ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു നമ്പർ പ്രോബ്ലം ആണ് അല്ലേ. നമ്പർ പ്രോബ്ലം ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് എന്താണ്? ഏജ് പ്രോബ്ലം ആണ്. റയാന്റെയും റേച്ചലിന്റെ ഏജ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു ഏജ് പ്രോബ്ലം. ഇപ്പോൾ ഒരു നമ്പർ പ്രോബ്ലം ആണ്. നമ്പർ പ്രോബ്ലംസും ഏജ് പ്രോബ്ലംസും ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പം ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 18. 2 നമ്പറുകളുടെ സമ്മ് തുക എത്ര വരും? 18 ആണല്ലേ. ആൻഡ് ട്വൈസ് ദെയർ ഡിഫറൻസ് റിസൾട്ട് ഇൻ 8. ട്വൈസ് എത്രയാണ്? ട്വൈസ് എന്ന് വെച്ചാൽ 2 ഇരട്ടി. ത്രൈസ് എത്രയാണ്? ത്രൈസ് എന്ന് വെച്ചാൽ 3 ഇരട്ടിയാണ് അല്ലേ. അപ്പൊ ട്വൈസ് ദെയർ ഡിഫറൻസ് എന്ന് തന്നിട്ടുണ്ട്. അതായത് അവരുടെ ഡിഫറൻസിന്റെ 2 ഇരട്ടി എത്ര കിട്ടും? 8 കിട്ടും. ആദ്യം എന്നാ പറഞ്ഞേ? അവരുടെ 2 നമ്പേഴ്സിന്റെയും തുക എത്ര കിട്ടും? അതായത് സം എത്ര കിട്ടും? 18 കിട്ടും. അതല്ലാണ്ട് ഡിഫറൻസ് എക്സ് മൈനസ് വൈ. ഇപ്പൊ നമ്മൾ എക്സും വൈ എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ട്വൈസ് ദെയർ ഡിഫറൻസ് 2 ഇൻറ്റു എക്സ് മൈനസ് വൈ. അത് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ.
അപ്പം ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് ഇക്വേഷൻ ടു സോൾവ് ഫോർ ഇറ്റ്. അപ്പം അവരുടെ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ഈ റിലേഷൻസ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? എക്സിൻ്റെയും വൈനെയും കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ നമുക്ക് ആദ്യത്തെ നമ്പറിനെ എന്തെന്ന് എടുക്കാം? ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ നമ്പറിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? വൈ എന്ന് എടുക്കാം അല്ലേ? ഇനി നോക്കിക്കേ, നമ്മുടെ ആദ്യത്തെ ഹിന്റ് എന്താണ്? സം ഓഫ് ടു നമ്പേഴ്സ് എത്ര വരും? 18 വരും. അതായത് സം എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ എത്ര വരും? 18 വരും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് കണ്ടത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 18 വന്നു. ഇനി ട്വൈസ് ദെയർ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് ഡിഫറൻസ് എത്രയാണ്? എക്സ് മൈനസ് വൈ ആണ്. ട്വൈസ് എന്ന് വെച്ചാൽ രണ്ടിരട്ടി. അതായത് 2 ഇൻറ്റു എക്സ് മൈനസ് വൈ എത്ര കിട്ടും എന്നാണ് പറയുന്നത്? 8 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻസിനെ ഒരു വേരിയബിളിലോട്ടാക്കിയിട്ട് സോൾവ് ചെയ്താലോ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ രണ്ടിനെയും ഒരു വേരിയബിളിലോട്ടാക്കുക, എക്സിൽ മാത്രമുള്ള ഇക്വേഷൻ ആക്കുക, അല്ലെങ്കിൽ വൈയിൽ മാത്രമുള്ള ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യുക. അതല്ലെങ്കിൽ ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്യാനും പറ്റും. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ നിൽക്കട്ടെ. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം അല്ലേ? അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത് നോക്കിയേ, എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കും കണ്ടിട്ട്? ജിയോമെട്രിക്കൽ പ്രോബ്ലം അല്ലേ? കാരണം എന്താ? നമുക്കൊരു റെക്റ്റാങ്കിൾ ഒക്കെ തന്നിട്ടുണ്ട്. അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പം നമ്മൾ അതിന്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലം എന്താണെന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 meters ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 1 meter, ദ ഏരിയ വുഡ് ഇൻക്രീസ് ബൈ 2 square meters. ഏരിയയുടെ കാര്യമല്ലേ പറയുന്നത്? അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണല്ലോ. എന്താണ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ? ലെങ്ത്തും വിഡ്ത്തും കൂടെ, അല്ലെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും അല്ലേ? ഇനി അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ഇക്വേഷനോടെ ആദ്യത്തെ ഇക്വേഷനുള്ള ഹിന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ വായിച്ചു നോക്കിയേ. ഇഫ് ദ ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 meters ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 meters, ദ ഏരിയ വുഡ് ഡിക്രീസ് ബൈ 3 square meters. ഇപ്പൊ രണ്ട് കേസിലും, അതായത് നമ്മൾ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 3 meter ഇൻക്രീസ് ചെയ്യുകയും ബ്രെഡ്ത്ത് 1 meter ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ ഏരിയയ്ക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അപ്പം അതാണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തത്. രണ്ടാമത്തത് എന്താണ്? ലെങ്ത് 2 meter ഡിക്രീസ് ചെയ്യുകയും ബ്രെഡ്ത്ത് 1 meter ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ ഏരിയയ്ക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് തരുന്നത്. അപ്പം ജനറേറ്റ് ദ ഇക്വേഷൻസ് ടു സോൾവ് ഫോർ ഇറ്റ്. നമുക്ക് ആദ്യം എന്ത് എഴുതണം? നമുക്ക് ആദ്യം ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെന്ന് എടുക്കുന്നു? ലെങ്ത്തിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം അല്ലേ? ലെങ്ത് എക്സ് വരും. ബ്രെഡ്ത്ത് എന്തെന്ന് എടുക്കാം? വൈ എന്ന് എടുക്കാം. ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് വൈ. ഇനി നോക്കിക്കേ, ആദ്യത്തെ കേസിൽ നമ്മുടെ ഏരിയ എന്താണ്? ഏരിയയും കൂടെ എഴുതാം അല്ലേ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും. ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാ വരും? ലെങ്ത് എത്ര ഇവിടെ? എക്സ്. ബ്രെഡ്ത്ത് എത്രയാ? വൈ. അപ്പൊ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ഇക്വേഷൻസിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻക്രീസ്ഡ് ബൈ 3 meters. ആദ്യത്തെ കേസിൽ നമ്മൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്യുന്നു? എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 3 ആക്കുന്നു. എക്സ് പ്ലസ് 3 ആക്കുന്നു. ഇനി ബ്രെഡ്ത്ത് എന്ത് ചെയ്യുന്നു? ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 1 meter, അതായത് വൈ മൈനസ് 1 അല്ലേ? അപ്പൊ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഏരിയക്ക് എന്ത് സംഭവിക്കുന്നു? ഏരിയ ഓൾറെഡി എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? എക്സ് വൈ ആണ് കണ്ടുപിടിക്കുന്നുണ്ട്. ഏരിയ എന്ത് സംഭവിക്കും? ഏരിയ 2 square meter കൂടുന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സ് വൈ പ്ലസ് 2. ഇത് എന്ത് കിട്ടി നമുക്ക്? എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2 എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആക്കി കിട്ടി. ഇനി നോക്കിക്കേ, നമുക്ക് അടുത്ത ഹിന്റ് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? രണ്ടാമത്തെ ഇക്വേഷനും കണ്ടുപിടിക്കാം. ലെങ്ത് ഡിക്രീസ്ഡ് ബൈ 2 meters. അപ്പോൾ ലെങ്ത് എന്താണ്? എക്സ് ആണ്. ലെങ്ത് ഡിക്രീസ്ഡ് ബൈ 2 meters എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 വരും. ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 1 meter. ബ്രെഡ്ത്ത് എത്രയാണ്? വൈ ആണ്. വൈ എത്ര ഇൻക്രീസ് ചെയ്യുന്നു? 1 meter ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ വുഡ് ഡിക്രീസ് ബൈ 3 square meters. ഏരിയ എത്രയാണ്? എക്സ് വൈ ആണ്. ഡിക്രീസ് ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. പ്ലസ് ചെയ്യണം അല്ലേ? അപ്പം എക്സ് വൈ മൈനസ്
3 വരും ഇവിടെ. ഇതാണ് നമ്മുടെ എന്താമത്തെ ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടും ഏകദേശം ഒരേ ഫോമുലല്ല ഇരിക്കുന്നത്. ഇനി അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും. അപ്പം അതിനു മുമ്പ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിന്റെ ഇതും കൂടെ ചെയ്ത് നമുക്ക് തിരിച്ചു വന്നിട്ട് സോൾവ് ചെയ്യാം അല്ലേ? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. അടുത്തൊരു പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് എ കപ്പ് ആൻഡ് സോസർ. നമുക്കൊരു കപ്പും സോസറും തന്നിട്ടുണ്ട് അല്ലേ? കപ്പ് ആൻഡ് സോസർ ടുഗദർ ഈസ് 900 റുപ്പീസ്. ഒരു കപ്പിന്റെയും സോസറിന്റെയും ടോട്ടൽ വില എത്രയാണ്? 900 റുപ്പീസ് ആണ്. ദ പ്രൈസ് ഓഫ് എ സോസർ ആൻഡ് 5 കപ്സ് ഈസ് 3100 റുപ്പീസ്. അപ്പൊ അവിടെ നോക്കിക്കേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് തന്നെ ഒരു ഹിന്റ് കിട്ടി. എന്താണ്? ടോട്ടൽ പ്രൈസ് 900 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ഹിന്റ് നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് എ സോസർ ആൻഡ് 5 കപ്സ്. 5 കപ്പും ഒരു സോസറും വാങ്ങുമ്പോൾ എത്രയാവും? 3100 റുപ്പീസ് ആവും. അതല്ല, നമ്മുടെ കപ്പും ഒരു സോസറും മാത്രം വാങ്ങുമ്പോൾ 900 റുപ്പീസ് ആവും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? 2 ഇക്വേഷൻസ് കിട്ടും. അവിടെ നമുക്ക് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? കോസ്റ്റ് ഓഫ് എ കപ്പ് എന്ത് വരും? എക്സ് വരും. ഇനി കോസ്റ്റ് ഓഫ് എ സോസർ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? വൈ എന്ന് എടുക്കുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താന്ന് എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. കോസ്റ്റ് ഓഫ് എ കപ്പ് ആൻഡ് സോസർ എത്രയാന്ന് തന്നിട്ടുണ്ട്? 900 റുപ്പീസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിയേ. പ്രൈസ് ഓഫ് എ സോസർ. സോസർ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്താണ്? വൈ ആണ്. ആൻഡ് 5 കപ്സ്. നമ്മൾ കപ്സിന്റെ എന്താന്ന് എടുത്തത്? എക്സ് എന്നാണല്ലേ എടുത്തത്. അപ്പൊ 5 കപ്സ് ആവുമ്പോൾ 5x പ്ലസ് y ഈസ് ഈക്വൽ ടു എത്ര വരും? 3100. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇവിടെ നമുക്ക് കപ്പും സോസറിന്റെയും പ്രൈസ് കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എല്ലാ പ്രോബ്ലത്തിലും ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. എന്ത് എക്സ് ആയിട്ട് എടുക്കണം, എന്ത് വൈ ആയിട്ട് എടുക്കണം, നമുക്ക് പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലോട്ട് എത്താനെന്ന്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. മാക്സിമം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് എക്സാമിന് വരുമ്പോഴാണെങ്കിലും നമുക്ക് എന്ത് എടുക്കണം എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ എല്ലായിടത്തു നിന്നും കിട്ടുന്നത് ചെയ്ത് പഠിക്കണം. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം എന്താ പറയുന്നത്? വെൻ 9 നോട്ട്ബുക്സ് വെയർ ബോട്ട് ടുഗദർ. 9 നോട്ട്ബുക്കുകൾ ഒരുമിച്ച് വാങ്ങിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ടോട്ടൽ പ്രൈസ് വാസ് റെഡ്യൂസ്ഡ് ബൈ 15 റുപ്പീസ്. നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് അവർ എത്ര കുറച്ചു തന്നു നമുക്ക്? 15 റുപ്പീസ് കുറച്ചു തന്നല്ലേ? ആൻഡ് ഓൺലി 300 റുപ്പീസ് ആർ ടു ബി പെയ്ഡ്. എത്ര രൂപയെ പേ ചെയ്യേണ്ട വന്നുള്ളൂ? 300 രൂപ. അപ്പൊ ടോട്ടൽ ശരിക്കുള്ള കോസ്റ്റ് എത്രയായിരുന്നു? 300 പ്ലസ് 15 ആയിരുന്നു. അതായത് 315 ആയിരുന്നു നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അവർ 15 രൂപ കുറച്ച് തന്നിട്ട് നമുക്ക് എത്രയേ ചെയ്യേണ്ടി വന്നുള്ളൂ? 300 റുപ്പീസേ പേ ചെയ്യേണ്ടി വന്നുള്ളൂ 9 നോട്ട്ബുക്കിന്. ഹാഡ് ദേ ബീൻ ബോട്ട് വൺ ബൈ വൺ, ഹൗ മച്ച് വുഡ് ദേ ഹാവ് ബീൻ ദ പ്രൈസ് ഓഫ് ഈച്ച് നോട്ട്ബുക്ക്? എന്താ പറയുന്നത്? 1 by 1 ആയിട്ട് നോട്ട്ബുക്ക് വാങ്ങിച്ചായിരുന്നെങ്കിൽ, 9 നോട്ട്ബുക്ക് ഒരുമിച്ച് വാങ്ങിച്ച കാര്യമല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പം ഓരോ നോട്ട്ബുക്കുമായിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര പേ ചെയ്യേണ്ടി വരുമായിരുന്നു ഓരോ ബുക്കിനും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സിമ്പിൾ പ്രോബ്ലം അല്ലേ? നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എന്നാലും ചെയ്ത് കാണിക്കാം. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ. നമുക്ക് എന്തെന്ന് എടുക്കാം? കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ? ഇനി എന്താ പറയുന്നത്? 9 നോട്ട്ബുക്കിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം 9 നോട്ട്ബുക്കിന്റെ കോസ്റ്റ് എത്ര വരും? കോസ്റ്റ് ഓഫ് 9 നോട്ട്ബുക്സ് എത്ര വരും? 9x ആണ്. 9x എത്ര വരും ആക്ച്വലി? നമുക്ക് പേ ചെയ്യേണ്ടി വന്നത് 300 ആണ്. എത്ര കുറച്ചിട്ട്? 15 കുറച്ചിട്ട്. അപ്പൊ എന്ത് കിട്ടും? 315 ആണ് നമ്മുടെ ആക്ച്വൽ എമൗണ്ട് 9 നോട്ട്ബുക്കിന്റെ. അപ്പം 9x ഈസ് ഈക്വൽ ടു 315. ഇതിൻ്റെ അകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് എക്സ് മാത്രമുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ എക്സ് മാത്രമുള്ള ഇക്വേഷനിൽ നിന്ന് സൊല്യൂഷനിലോട്ട് എത്താൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ 9 എന്ത് ചെയ്യുവാണ്? മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പം 9 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ അപ്പുറത്തോട്ട് പോകുമ്പോൾ, ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 9 എന്താവും? 9 ഡിവൈഡ് ചെയ്യും. അതായത് എന്ത് വരും? 315 ബൈ 9. അതാണ് എന്തിന്റെ വില? നമ്മുടെ എക്സിന്റെ വില. അത് എത്ര വരും? 35 വരും അല്ലെ? 315 ബൈ 9 35. കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് എത്ര വരും? 35 വരും അല്ലെ? അപ്പൊ നമ്മൾ ഒരു നോട്ട്ബുക്കിന്റെ വില കണ്ടുപിടിച്ചു. ഇനി ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഓരോ പ്രോബ്ലംസ് ആയിട്ട് പോയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരാൻ പോവാണ് കേട്ടോ. സോൾവിങ്ങിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ സോൾവ് ചെയ്ത് വരാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരമൽ ക്യാൻഡീസിന്റെയും ചോക്ലേറ്റ് ക്യാൻഡീസിന്റെയും കേസിൽ x + y 15ഉം y = x - 12 എന്നായിരുന്നു നമുക്ക് കിട്ടിയ ഇക്വേഷൻസ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഈ yയുടെ വാല്യൂ നോക്കിക്കേ, എത്രയാണ് yയുടെ വാല്യൂ? x - 12 ആണല്ലേ. അതിനെ നമ്മൾ എവിടെ എടുത്തിടുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയി ഇടുന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തെന്നാണ് നമുക്കറിയാവുന്നത്? x + y = 15 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ yക്ക് പകരം എന്ത് കൊടുക്കുന്നു? x - 12 = 50 എന്ന് കൊടുക്കുന്നു. അപ്പം x + y = 15 എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നു? x + x - 12 = 50 എന്ന് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. എക്സിൽ മാത്രമുള്ള ഇക്വേഷൻ കിട്ടിയാൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. x + x എത്രയാണ്? 2x മൈനസ് എന്താണ് ബാക്കിയുള്ളത്? 12 = 50. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടെ x ആണ് വേണ്ടത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ആദ്യം ആരെ കൊണ്ടുപോകാം? 12 എന്താണ് ഇവിടെ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുവാണ് അല്ലേ. അപ്പം അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ആഡ് ചെയ്യുമോ അല്ലേ. 2x = 50 + 12 = 62 വരും. അപ്പം 2x എന്ന് പറയുന്നത് എന്ത് കിട്ടി? 62 കിട്ടി. അപ്പം 62/2 ആയിരിക്കും എന്ത്? നമ്മുടെ x എന്ന് പറയുന്നത്. അതായത് 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു, അപ്പുറത്ത് പോയപ്പോൾ എന്തായി? ഡിവൈഡ് ചെയ്യുവായി. 62/2 എത്രയാണ് നമുക്കറിയാം? 31. x എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 31. അതായത് x എന്ന് നമ്മൾ എന്താണ് എടുത്തത്? നമ്പർ ഓഫ് ചോക്ലേറ്റ് ക്യാൻഡീസ് ആണല്ലേ x എന്ന് എടുത്തത്. അപ്പം ചോക്ലേറ്റ് ക്യാൻഡീസ് ആ പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 31 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം? 50 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ചോക്ലേറ്റ് ക്യാൻഡീസിന്റെ എണ്ണം നമുക്ക് എത്രയെന്ന് കിട്ടി? 31 കിട്ടി. ഇനി y കണ്ടുപിടിക്കണ്ടേ. അപ്പം y ഓൾറെഡി നമുക്ക് അറിയാലോ. yയുടെ ഫോർമുല എന്താ? y = x - 12. അതായത് x എത്ര കിട്ടി? 31 - 12. 31 - 12 എത്രയാണ്? 19 അല്ലേ. ഓക്കെ, 19. അപ്പം നമ്മുടെ കാരമൽ ക്യാൻഡീസിന്റെ എണ്ണം 19 ആണെന്നും കിട്ടി. ചോക്ലേറ്റ് ക്യാൻഡീസിന്റെ എണ്ണം 31 ആണെന്നും കിട്ടി. അപ്പം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 31 + 19 എത്ര വരും? 50 വരും അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്യാൻഡീസിന്റെ എണ്ണം 50 വരും. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 12 ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എല്ലാം ശരിയായില്ലേ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കിട്ടി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വെച്ചൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്തുകൊണ്ട് നോക്കിയാൽ നമുക്കത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് നോക്കാം. നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇക്വേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്താണുള്ളത്? 2 × x - 2 = x + 4 - 2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കത് സോൾവ് ചെയ്താലോ. 2 × x - 2 2 × x - 2 എത്ര? 2 × x എത്ര വരും? 2 × x എത്ര വരും എന്ന് പറഞ്ഞേ. 2 × x എത്ര വരും? 2x. ഇനി നോക്കിക്കേ, 2 × -2 ഉണ്ടല്ലേ. 2 × x നമ്മൾ കണ്ടു. 2 × -2 2 × -2 എത്ര വരും? -4 = x + 4 - 2. ഇക്വേഷന്റെ അപ്പുറത്തുള്ളത് മാറുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഇപ്പുറത്തോട്ട് എടുക്കുന്നു, 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ. അപ്പം 2x - x = 4 - 2 എത്ര വരും? 2 വരും. ഇനി -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +4. അപ്പം 2x - x 2x ന്ന് 1x പോകുമ്പോൾ എത്ര കിട്ടും? 1x കിട്ടും. 2 + 4 എത്രയാണ്? 6 ആണ്. അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി ആരെയാണ് നമ്മൾ x എന്ന് എടുത്തത്? റേച്ചലിന്റെ ഏജ് ആണല്ലേ. അപ്പൊ റേച്ചലിന്റെ ഏജ് ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 6 എന്ന് കിട്ടിയത്. നമുക്ക് ആരുടെ ഏജോടെ കണ്ടുപിടിക്കണം? റയാന്റെ ഏജോടെ കണ്ടുപിടിക്കണം. അപ്പൊ റയാന്റെ ഏജ് എന്ന് നമുക്കറിയാം. റയാന്റെ ഏജ് y = x + 4 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റേച്ചലിന്റെ ഏജിനേക്കാൾ 4 കൂടുതൽ. 6 + 4 എത്ര വരും? 10. റയാന്റെ ഏജ് 10 എന്ന് നമുക്ക് കിട്ടി. റേച്ചലിന്റെ ഏജ് എത്ര എന്ന് കിട്ടി? 6 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തല്ലോ. നമുക്ക് ഇക്വേഷൻ ജനറേറ്റ് ചെയ്താൽ സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ടൊന്ന് അലൈൻ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. x + y = 18 2 × x - y = 8 നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x - y എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. 2 × x - y ആണ് നമുക്ക് എന്ത് 8 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ 2നെ നമുക്ക് അപ്പുറത്തോട്ട് എടുത്താലോ. അപ്പുറത്തോട്ട് എടുത്താൽ എന്ത് വരും? 8/2 = 4 വരും.
അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 18 എന്നും കിട്ടി, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടി. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻസിനെ കമ്പയർ ചെയ്തിട്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ഇക്വേഷൻസിനെ കമ്പയർ ചെയ്തിട്ട് നമുക്കൊന്നെങ്കിൽ ഇക്വേഷൻ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക എക്സിൻ്റെയും വൈൻ്റെയും. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താ, ഇവിടുന്ന് വൈക്ക് എത്രയാ വാല്യൂ, വൈൻ്റെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, വൈക്കോ എക്സിനോ ഏതെടുത്താലും സെയിം ആട്ടോ. അപ്പം എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, എക്സിൻ്റെ വാല്യൂ വൈ അപ്പുറത്ത് പോയി കഴിയുമ്പോൾ 4 + y കിട്ടും. ആ 4 + y എടുത്ത് എവിടെ കൊടുക്കണം, ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. അപ്പം ഇപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു പോകാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്നാണെങ്കിൽ എക്സ് എന്ത് വരും, എക്സ് ഈസ് ഈക്വൽ ടു 4 + y വരും. ഈ എക്സിൻ്റെ വാല്യൂ എടുത്ത് എവിടെ കൊടുക്കണം, ഇക്വേഷനിൽ കൊടുക്കണം. ഇനി ഇവിടുന്ന് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം സെയിം ആണ്, സെയിം ആൻസറേ വരുള്ളൂ. അപ്പം ആദ്യത്തേൻ്റെ അകത്ത് എക്സ് പ്ലസ് വൈക്കകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, 4 + y കൊടുത്തു, എക്സിന് പകരം ഉള്ളത് കൊടുത്തു. ബാക്കി എന്ത് ചെയ്യണം, അതുപോലെ എഴുതണം. പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 18 വരും. ഇപ്പം നോക്കിയാൽ വൈയിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാമല്ലോ. എന്ത് വരും, 4 + 2y ഈസ് ഈക്വൽ ടു 18 വരും. അപ്പോൾ 4 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 2y ഈസ് ഈക്വൽ ടു 18 മൈനസ് 4 എന്ത് വരും, 14 വരും അല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു 14/2 ഈസ് ഈക്വൽ ടു 7. ഒരു നമ്പർ നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയ ഒരു നമ്പർ, 7 അല്ലേ. അപ്പം രണ്ട് നമ്പറുകളുടെ സമ്മ് 18 ആണെന്ന് കിട്ടിയായിരുന്നു, ഒരു നമ്പർ 7 എന്നും കിട്ടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് വൈൻ്റെ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കിക്കേ. എക്സ് പ്ലസ് വൈക്ക് വരെ എന്ത് കൊടുക്കണം, 7 ഈസ് ഈക്വൽ ടു 18. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 18 മൈനസ് 7 ഈസ് ഈക്വൽ ടു 11. അപ്പൊ നമ്മുടെ ഒരു നമ്പർ 11 എന്നും കിട്ടി, ഒരു നമ്പർ 7 എന്നും കിട്ടി. ഒരു നമ്പർ 11 എന്നും കിട്ടി, ഒരു നമ്പർ 7 എന്നും കിട്ടി. അവരുടെ സമ്മ് നോക്കി, 11 + 7 എത്രയാ, 18 അല്ലേ. അതെ, ട്വൈസ് ദയർ ഡിഫറൻസ്. അവരുടെ ഡിഫറൻസ് എത്രയാ, 11 - 7 എത്ര വരും, 4 വരും അല്ലേ. 4 × ട്വൈസ്, 4 × 2 എത്ര വരും, 8 വരും അല്ലേ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ കിട്ടിയില്ലേ വാല്യൂസ്. അതൊന്ന് വെരിഫൈ ചെയ്ത് പോയാൽ എളുപ്പമുണ്ടാകും. നമുക്ക് അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ, ഇക്വേഷൻസ് കണ്ടു പേടിക്കണ്ട, അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഒന്നും ഉണ്ടാകത്തില്ല. അതിനകത്ത് നമുക്ക് ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എക്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, 3നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ടേംസ് ഒന്നും മിസ്സായി പോകാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഇൻറ്റു വൈ എന്ത് വരും, എക്സ് വൈ. നോക്കിയാൽ എക്സ് ഇൻറ്റു -1 എത്ര വരും, -x. അടുത്ത +3 × y എത്ര വരും, +3y. അടുത്തത് 3 × -1 എത്ര വരും, -3 ഈസ് ഈക്വൽ ടു xy + 2 എന്ന് വരും അല്ലേ. അതിനെ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചു. ഇനി അടുത്തതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അടുത്ത് നോക്കിയാൽ എക്സ് ഇൻറ്റു വൈ എത്ര വരും, എക്സ് ഇൻറ്റു വൈ xy. അടുത്ത എക്സ് ഇൻറ്റു 1 + x വരും, -2 × y -2y. -2 × 1 -2 ഈസ് ഈക്വൽ ടു xy -3 വരും. അപ്പോൾ നമുക്ക് പിന്നെയും രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചെറുതാക്കാം. നോക്കിയേ, ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ ചെറുതാക്കാമല്ലോ. എക്സ് വൈന്ന് നമ്മൾ ഈ എക്സ് വൈനെ ഇപ്പുറത്തോട്ട് എടുത്താൽ എന്ത് വരും, xy - xy വരും അല്ലേ. അപ്പോൾ അതെന്തായി പോവും, എക്സ് വൈയും കട്ടായി പോവും. പിന്നെ എന്താ ഉള്ളത്, -x + 3y ഉണ്ട്. ഈ -3നെ നമ്മൾ എങ്ങോട്ട് എടുക്കുന്നു, ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് എടുക്കുന്നു. കാരണം വേരിയബിൾസിനെ ഒരു സൈഡിലും ഇപ്പോഴും നമ്പേഴ്സിനെ ഒരു സൈഡിലും ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2ൻ്റെ -3 അപ്പുറത്ത് വരുമ്പോൾ എന്താവും, 2 + 3. 2 + 3 എത്രയാണ്, 5. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കിട്ടി, നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെറിയൊരു ഇക്വേഷനിലോട്ട് എത്തി അല്ലേ. -x + 3y ഈസ് ഈക്വൽ ടു 5. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3y - x ഈസ് ഈക്വൽ ടു 5 എന്നും എഴുതാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻ നോക്കിക്കേ, ഇതും അതുപോലെ തന്നെ. എക്സ് വൈനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ xy രണ്ടും എന്തായി പോവും, കട്ടായി പോവും. പിന്നെ നമുക്ക് എന്തുണ്ട്, x - 2y ഉണ്ട്. അത് അതുപോലെ നമ്മൾ എഴുതി. -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, = 2ൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആവും അല്ലേ. അപ്പം -3 + 2 എത്ര വരും, -3 + 2 എത്രയാ, -1. അപ്പം നമ്മുടെ വീണ്ടും ഇക്വേഷൻസ് കിട്ടി. ഇത് 3 ആയിട്ടും ഇത് 4 ആയിട്ടും കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാമല്ലോ. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻസിനെ കമ്പയർ ചെയ്ത് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് അതിലും എളുപ്പം എന്താണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം നോക്കിയേ, നമുക്ക് ഈ ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുത്താലോ. അപ്പം എന്ത് വരും, x ഈസ് ഈക്വൽ ടു -1 + 2y എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും, -1 + 2y കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തു നോക്കിയാലോ.
3y മൈനസ് എക്സിന് വരെ എന്ത് കൊടുക്കുന്നു? -1 + 2y ഈസ് ഈക്വൽ ടു എത്ര വരും? വേറെ എന്തെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല. 3y മൈനസ് -1 + 2y ഈസ് ഈക്വൽ ടു 5 വരും. ഇനി ഇത് എത്ര വരും? നമുക്കിവിടെ എഴുതാം. നോക്കിക്കേ, 3y നമ്മുടെ -1 എത്ര വരും? +1. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എയ്ത്ത് ഗ്രേഡിൽ പഠിച്ചതാ അല്ലേ? അപ്പം അവിടെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നില്ലായിരുന്നോ? 3y + 1. ഇനി മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ എന്താവും? -2y ആവും അല്ലേ? -2y ഈസ് ഈക്വൽ ടു 5 വരും. ഇപ്പം നമുക്ക് നോക്കിയാൽ വൈയിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതിനെ നമുക്ക് സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ അറിയാലോ. 3y - 2y എത്രയാണ്? y + 1 ഈസ് ഈക്വൽ ടു 5. y അപ്പോൾ എന്ത് വരും? y - 1 ഈസ് ഈക്വൽ ടു 4. ഇനി y എന്ന് നമ്മൾ എടുത്ത എന്തായിരുന്നു? ബ്രെഡ്ത്ത് ആയിരുന്നു അല്ലേ? അപ്പം ആ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എത്ര വന്നു? 4 വന്നു. ഇനി ലെങ്ത് നമുക്ക് വേണമല്ലോ. അപ്പം ലെങ്ത്തിന് വേണ്ടിയിട്ട് ഏത് ഇക്വേഷനിൽ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച ഏത് ഇക്വേഷനിൽ നിങ്ങൾ ഇട്ട് കൊടുത്താലും എക്സും വൈ ഉള്ള ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇക്വേഷൻ സിമ്പിൾ ആയാലും നമുക്ക് അതിനനുസരിച്ച് സോൾവ് ചെയ്യാനും എളുപ്പമുണ്ടാവും. നമുക്ക് 3y - എക്സിൻ്റെ അകത്ത് തന്നെ എന്തെന്ന് എഴുതാം? നമ്മുടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 3y - x ഈസ് ഈക്വൽ ടു 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നു? 3yക്ക് 3 × 4 - x ഈസ് ഈക്വൽ ടു 5. അതായത് 12 - x ഈസ് ഈക്വൽ ടു 5 വരും. -x എന്ത് വരും? 5 - 12 അതായത് -7 വരും. x ഈസ് ഈക്വൽ ടു 7. -x -7 ആണെങ്കിൽ x എന്ത് വരും? 7. അതായത് നമ്മുടെ ലെങ്ത് എത്ര മീറ്റർ ആണ്? 7 മീറ്റർ അല്ലേ? അപ്പം ലെങ്ത് നമുക്ക് 7 മീറ്റർ എന്നും ബ്രെഡ്ത്ത് നമുക്ക് എത്ര കിട്ടി? 4 മീറ്റർ എന്നും കിട്ടി. അതാണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ഇനി ഈ രീതി അല്ല നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ രീതി ചെയ്ത് നോക്കുകയുള്ളൂ. ഏത് ഇക്വേഷൻസ് രണ്ടും എടുത്ത് കമ്പയർ ചെയ്തിട്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്യുമെങ്കിൽ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക. അപ്പം ഒരു വേരിയബിൾ എക്സ് അല്ലെങ്കിൽ വൈ ക്യാൻസൽ ആയി പോകും. അപ്പം മറ്റേതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയും നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ്. ഇനി ഈ പ്രോബ്ലം നോക്കിക്കേ. ഇനി നമ്മൾ കപ്പിൻ്റെയും സോസിൻ്റെയും പ്രോബ്ലത്തിൽ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വേറൊരു മെത്തേഡ് ചെയ്യാം. ഇത്രയും നേരം നമ്മൾ ചെയ്തു വന്ന മെത്തേഡ് ഏതാണ്? നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, അതെടുത്ത് എക്സിന് ഇട്ട് കൊടുക്കുന്നു. അതായിരുന്നു നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഇനി നമുക്കിത് വേറെ രീതി ചെയ്യാം. ഇക്വേഷൻസിനെ കമ്പയർ ചെയ്തിട്ട് ചെയ്യാം അല്ലേ? ഇവിടെ നോക്കിക്കേ, രണ്ട് ഇക്വേഷൻ x + y = 900 ഉണ്ട്, 5x + y = 3100 ഉണ്ട്. ഇവിടെ നമുക്ക് y - y എത്ര വരും? ഈ വൈയുടെയും കോഎഫിഷ്യന്റ് സെയിം അല്ലേ? അതെ, 1 ആണല്ലേ? രണ്ടിൻ്റെയും 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 കുറച്ചാൽ y ക്യാൻസൽ ആയിട്ട് എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. അപ്പം നോക്കിയേ, 5x - x 2 - 1 ആണ് ഈ ചെയ്യുന്നത്. ഇക്വേഷൻ 2 - ഇക്വേഷൻ 1. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? 5x - x എന്ത് കിട്ടും? 4x. ഇനി y - y എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. 3100 - 900 എത്ര വരും? 2200. ഇനി x ഈസ് ഈക്വൽ ടു എത്ര വരും? 4 എങ്ങോട്ട് പോകും? അപ്പുറത്തോട്ട് പോകും അല്ലേ? 2200/4 എത്ര വരും? 550. അപ്പം എക്സ് നമുക്ക് എത്ര കിട്ടി? 550 കിട്ടി. ഇനി എക്സ് എന്ന് നമ്മൾ ആരെയാണ് എടുത്തത്? കപ്പിന്റെ വിലയാണ് അല്ലേ? കപ്പിന്റെ പ്രൈസ് ആണ് നമ്മൾ എന്തെന്ന് എടുത്തത്? എക്സ് എന്ന് എടുത്തത്. അപ്പം കോസ്റ്റ് ഓഫ് എ കപ്പ് നമുക്ക് എത്ര കിട്ടി? ഇവിടെ വന്നിട്ട് നോക്കിക്കേ, കോസ്റ്റ് ഓഫ് എ കപ്പ് നമുക്ക് 550 കിട്ടി. ഇനി നമുക്ക് എന്തിൻ്റെയും കൂടെ കാണണം? സോസറിൻ്റെയും കൂടെ കാണണം അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉണ്ട് ഇക്വേഷൻ x + y = 900 എന്നുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സിൻ്റെ വാല്യൂ 550 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 550 + y = 900 എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് y എന്ത് വരും? 900 - 550. y എത്ര കിട്ടി? y = 900 - 550 = 350. സോസറിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര കിട്ടി? 350. അവരുടെ സം എത്രയാണ്? 900 ആണ്. അതുകൂടാണ്ട് എത്രയാണ്? 5 കപ്പിന്റെ 5 × 500 and 550 + 350 അതിന്റെ സോഴ്സ് എത്ര വരും? 3100 വരും. അപ്പം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആയി. ഇനി അടുത്ത പ്രോബ്ലം ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തതാണ്. അപ്പം നോക്കിക്കേ, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് കണ്ടു. അത് ഡിഫറെൻറ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു.
അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കണ്ടത്? പെയർ ഓഫ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ കണ്ടല്ലേ? റിയൽ ലൈഫ് വേൾഡിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് പെയർ ഓഫ് ഇക്വേഷൻ വഴി വരുന്നത് നമ്മൾ കണ്ടു. 1 വേരിയബിൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എങ്ങനെ കണ്ടു? 2 വേരിയബിളിൽ സോൾവ് ചെയ്യാൻ പഠിച്ചു. അടുത്ത് നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ആ പ്രോബ്ലത്തെ എങ്ങനെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലോട്ട് ഫോർമുലേറ്റ് ചെയ്ത്, അതായത് ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് എഴുതാന്ന് കണ്ടു. അതിനെ ഏതൊക്കെ രീതിയിൽ ഡിഫറെന്റ് മെത്തേഡിൽ സോൾവ് ചെയ്യാന്ന് കണ്ടു. അങ്ങനെ ഈ ചാപ്റ്റർ ഇപ്പം നമ്മളിവിടെ നിർത്തുവാണ്. ഓക്കെ, ബൈ. Manorama Horizon. Learning made simple.